ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 19, വിശുദ്ധ റൊമുവാൾഡിൻ്റെ തിരുനാൾ. റവേന്നക്കാരനായ സെർജിയസ് പ്രഭു ഒരു വസ്തുതർക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ചാർച്ചക്കാരനോട് ദ്വന്ദ്വയുദ്ധം ചെയ്ത് അയാളെ വധിച്ചു. പിതാവിൻ്റെ ഈ മഹാപാതകം കണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ റൊമുവാൾഡ് ക്ലാസയിലുള്ള ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പോയി 40 ദിവസം തപസ് ചെയ്തു. അവസാനം അവിടെ തന്നെ ചേർന്നു. അദ്ദേഹത്തിൻ്റെ മാതൃകാ ജീവിതം ഇതര സന്യാസികൾക്ക് ഒരു ശാസനം പോലെ തോന്നിയതിനാൽ അദ്ദേഹത്തെ കഥ കഴിച്ചാലെന്ത് എന്ന് ചിലർ വിചാരിക്കുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. 7 വർഷത്തെ ജീവിതം മതിയാക്കി ആബട്ടിൻ്റെ അനുവാദത്തോടെ വെനീസിൽ പോയി മാരിനൂസ് എന്ന ഉത്തമ സന്യാസിയോടുകൂടി തപോജീവിതം നയിക്കാൻ തുടങ്ങി. റൊമുവാൾഡിൻ്റെ ഹൃദയത്തിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ക്രൂര പാപികളെപ്പോലും മാനസാന്തരപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങളിൽ എത്രയും പ്രധാനമായത് 1009 സ്ഥാപിച്ച കമൽ ഡോളി ആശ്രമമാണ്. ആ ആശ്രമം പിന്നീട് സഭയുടെ ആസ്ഥാനമായി. ഓരോ സന്യാസിക്കും വേറെ വേറെ പർണശാലകളുണ്ടായിരുന്നു. അവയിൽ ഓരോരുത്തർക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു. അവരെ വലയം ചെയ്യുന്ന മതിലിന് പുറമെ ആർക്കും പോകാൻ പാടില്ലെന്നായിരുന്നു നിയമം. 12 കൊല്ലത്തോളം നിശിതമായ ഏകാന്തതയിൽ ജീവിച്ച് 70ാമത്തെ വയസ്സിൽ അദ്ദേഹം വിശുദ്ധിയിൽ നിര്യാതനായി. വിശുദ്ധ റൊമുവാൾഡെ, ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.